ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഹെൻലി ഓൺ തേംസ് കാണാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേസസും കുറച്ച് ഓൾഡ് ബിൽഡിങ്സും കുറച്ച് റിവർ ബ്രിഡ്ജസും ഒക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഹെൻലി ഓൺ തേംസ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഓക്സ്ഫോർഡ്ഷയർ ഡിസ്ട്രിക്റ്റിന് അണ്ടറിലുള്ള ഒരു പ്ലേസ് ആണ്. ഏകദേശം ലണ്ടനിൽ നിന്ന് ഒരു 35 മൈൽസ് അവേ മാത്രമേ ഉള്ളൂ. നമുക്ക് മസ്റ്റായിട്ട് വെർത്തായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രാവൽ എന്ന് പറയുന്നത് ഞാനും അനന്തും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ആയിട്ടാണ്. ഞങ്ങൾ ചെന്നു ഡിസ്ട്രിക്ട് ലൈൻ ഹെൻലി ഓൺ തേംസ് ഡിസ്ട്രിക്ട് ലൈൻ സ്റ്റേഷനടുത്ത് പാർക്ക് ചെയ്തു. ടൗണിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, കുറേ വിൻറ്റേജ്, കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്. അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങൾ കാണാൻ പോയതെന്ന് പറയുന്നത് ഹെൻലി ബ്രിഡ്ജാണ്. അതൊരു 5 ആർച്ച് ബ്രിഡ്ജാണ്. 1786 ബിൽഡ് ചെയ്ത ഒരു ബ്രിഡ്ജാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ സറൗണ്ടിങ്സ് അവർ കുറേ ബോട്ടിങ് ഏരിയാസ് ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്സും പബ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഷിപ്പ് വരെ ഉണ്ട്, ചെറിയ ബോട്ട്സ് ടു വലിയ ഷിപ്സ് വരെ ഉണ്ട്. അപ്പോൾ കാണാനായിട്ടും കയറാനായിട്ടും ഒക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലേസാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്ത് പബ്ബിൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്നു. തേംസ് റിവറാണ് നിങ്ങൾ കാണുന്നത്. ആ 5 ആർച്ച് ബ്രിഡ്ജാണ് ഹെൻലി ബ്രിഡ്ജ്. അപ്പം അതിൽ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ വരെ പോയി. ഇൻ ബിറ്റ്വീൻ അവിടെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. കുറേ കയാക്കിംഗ് ഉണ്ടായിരുന്നു, ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടാതെ എന്തോ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, ഒരു പാർട്ടി പോലെയൊക്കെ. അപ്പം അതുമെല്ലാം കണ്ടു. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ വഴി സൈഡിലാണെങ്കിൽ തന്നെ റോഡ് സൈഡ് ഫുള്ള് കുറേ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ ബ്രിഡ്ജിലേക്ക് നടന്നു. പിന്നെ നമ്മൾ കാണുന്നതാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേർച്ച് ഉണ്ട്. അതും 70s എന്തോ ബിൽഡ് ചെയ്തൊരു ചേർച്ചാണ്. അപ്പം അതിലകത്തൊന്നും നമ്മൾ കയറിയില്ല, പുറത്ത് നിന്നു. പിന്നെ അവിടുന്ന് നമ്മൾ പോകുന്നത് നമ്മളെല്ലാവരോട് കാർ എടുത്തിട്ട് അവിടുന്ന് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പിൾ ഐലൻഡ് ആണ്. അപ്പം ടെമ്പിൾ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു ഈ തേംസ് ഹെൻലി ഓൺ തേംസിൽ നിന്നും ബോട്ടിൽ മാത്രമേ നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു 1 മൈൽ ടു 1.5 മൈൽ ടു ഫ്രം ഹെൻലി ഓൺ തേംസിൽ നിന്നുണ്ട് ടെമ്പിൾ ഐലൻഡിലേക്ക് ബോട്ടിൽ. ഒരു 20 മിനിറ്റ്സ് യാത്രയാണ്. പക്ഷെ നമ്മൾ ബോട്ടിലല്ല പോയത്, നമ്മൾ നമ്മുടെ കാറിൽ തന്നെ പോയിട്ട് ടെമ്പിൾ ഐലൻഡിൽ അടുത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഐലൻഡിലേക്ക് പോയില്ല. ഓപ്പോസിറ്റ് റിവറിൻ്റെ ഇപ്പുറത്തെ വശത്ത് നിന്ന് നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ ആ പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര ഇച്ചിരി സ്ട്രേഞ്ച് ആയിട്ടുള്ള വഴികളാണ്. അവിടെ അടുത്ത് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഒരുമാതിരി ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്ന പോലെ നമ്മൾ പോയി നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് അങ്ങേ അറ്റത്ത് കാണാൻ പറ്റും ടെമ്പിൾ ഐലൻഡ്. ഞാൻ അവിടെ അടുത്ത് ചെന്നിട്ട് കുറച്ചുകൂടി ക്ലിയർ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ ആ റിവറിൻ്റെ സൈഡിലേക്കുള്ള വോക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് പിന്നെ കുറേ ആനിമൽസും കുറേ ബേർഡ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ വളർത്തുന്നതാണ്. നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാനോ ബോട്ടിങ് നമ്മുടേതായിട്ടുള്ള സെൽഫ് ബോട്ടിങ്ങോ ഒന്നും പറ്റത്തില്ല. നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് തന്നെ ഹെൻലി ഓൺ തേംസിൽ നിന്ന് മാത്രമേ ആ തേംസ് ബ്രിഡ്ജിൻ്റെ അടുത്തു നിന്നുള്ള അവിടെ ബോട്ടിങ്ങിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ടൈം ഏകദേശം നൈറ്റ് ടൈം 7:30 8 o'clock അങ്ങോട്ട് ആയി. പക്ഷേ സ്റ്റിൽ ഇപ്പം പകൽ കൂടുതലുള്ളതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നേരം ചില്ല് ചെയ്തു, നമ്മൾ സ്പീക്കറൊക്കെ ആയിട്ട് പോയി പാട്ടൊക്കെ കേട്ടു. അങ്ങനെ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.